ലോകരാജ്യങ്ങളിലെല്ലാം മാരിടൈം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അത് കേരളത്തിന് അവസരം നൽകുമോ എന്നുള്ള കാര്യത്തിനകത്തിൽ കേരളം എങ്ങനെയാണ് ഇത് ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു? തുറമുഖം ഉണ്ടാക്കിയിട്ടിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ തുറമുഖത്തെക്കുറിച്ചിട്ട് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും ലോകവ്യാപാരം ഇങ്ങോട്ട് വരത്തില്ല. ലോകവ്യാപാരം ഇങ്ങോട്ട് വരണമെങ്കിൽ ലോകത്തിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയും മറ്റ് സമൂഹവും എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കാർഗോ കൊടുക്കാൻ പറ്റണം, കണ്ടെയ്നർ കാണണം. നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് അവതരണത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു കേരള സമുദ്ര മിഷൻ. തുറമുഖ വ്യവസായം എത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കണം, കേരളത്തിൻ്റെ തുറമുഖ വ്യവസായത്തിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ഭാവി പരിപാടികളും എല്ലാം തന്നെയായിരുന്നു ഈ കേരള സമുദ്ര മിഷനിലൂടെ ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം അതായത് ഈ സമുദ്ര മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ വലിയ രീതിയിൽ നടന്നിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിന് ശേഷം ആദ്യം ഈ സമുദ്ര മിഷൻ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഈ ഒരു സമുദ്ര മിഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രോഗ്രാമിലൊന്നും തന്നെ വി.ഡി. സതീശൻ പങ്കെടുത്തിട്ടില്ല. എന്നാൽ മാരിടൈം മഹോത്സവം എന്നുള്ള പരിപാടി ഈ മാസം 15-ാം തീയതി നടക്കുകയാണ്. എന്തായാലും മാരിടൈം മഹോത്സവം 2026 എന്ന പേരിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഹോട്ടൽ ഡിമോറയിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്ന തുറമുഖ വിദഗ്ധനായ ശ്രീ നാണു വിശ്വനാഥൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഓഷ്യൻ മിഷൻ, ഓപ്പർച്യൂണിറ്റീസ് മിഷൻ, കേരള സമുദ്ര മിഷൻ എന്ന ഈ പ്രോഗ്രാം നാം ഉദ്ദേശിക്കുന്നത് ബ്ലൂ എക്കോണമി, ഓഷ്യൻ എക്കോണമി, മാരിടൈം, അതിൻ്റെ മൾട്ടിപ്പിൾ സൈഡ് അത് എങ്ങനെയാണ് ലോകം എക്സ്പ്ലോർ ചെയ്തതെന്നും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ മാരിടൈമിൻ്റെ മൾട്ടിപ്പിൾ സെക്ടേഴ്സ്, അതായത് ബ്ലൂ എക്കോണമിയുടെ വിവിധ ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല എങ്ങനെ മാറണം, ഏതെല്ലാം തൊഴിൽ ബിസിനസ് അവസരങ്ങളുണ്ട്, ഏതെല്ലാം മറ്റ് വ്യവസായ ടൂറിസ അവസരങ്ങളുണ്ട്, അതിനെയെല്ലാം എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലിയായി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന കാഴ്ചപ്പാടിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യത്ത് ഭക്ഷ്യസുരക്ഷത വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിൽ തന്നെ എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ഇൻഡസ്ട്രി എന്നിവ ഡെവലപ്പ് ചെയ്യുകയും അതിൽ കൂടെ രാജ്യത്തിൻ്റെ എക്കോണമി വളർത്തി വലുതാക്കുകയും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കും നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാവുകയും ലോകത്തെ കേരളത്തിലേക്ക് ആകർഷിച്ച് കേരളം അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു സുസ്ഥിര എക്കോണമിയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള തുടക്കം ആണ് ഈ പ്രോഗ്രാം എന്ന് പറയാം. എന്തായാലും മുഖ്യമന്ത്രി ബജറ്റിലടക്കം ഈ ഒരു വിഷയം പ്രഖ്യാപിച്ചിരുന്നു, മിഷൻ സമുദ്ര. ഇതിന് ശേഷമുള്ള ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രോഗ്രാമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം കൂടി മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. എങ്ങനെയാണ്, സന്തോഷമാണോ? എങ്ങനെ? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് 94, 95, 96 കാലഘട്ടത്തിലാണ് ഞാൻ ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ ആദ്യ പാഠം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ബ്ലൂ എക്കോണമി, അതായത് കരയെ ഓവർ കൺസ്യൂം ചെയ്തിരിക്കുന്നു, പലതരത്തിലും മനുഷ്യൻ്റെ ആവശ്യത്തിനും ഗ്രീഡിനും നീഡിനും ഉള്ള തരത്തിലേക്ക് ഓവർ കൺസ്യൂം ചെയ്തിരിക്കുന്നു എന്നും കടലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എക്കോണമി അല്ലെങ്കിൽ നമ്മൾ വളരണം എന്നുമുള്ളതായിരുന്നു ബ്ലൂ എക്കോണമിയുടെ ഒരു ബേസിക്കായിട്ട് അന്ന് വച്ചിരുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ കേരളം. കാരണം നമുക്കാണ് തീരദേശം, ഇത്ര നദികളും പിന്നെ പുഴകളുമൊക്കെ ഉള്ളത്, കൊച്ചു കൊച്ചു തുറമുഖങ്ങളുള്ളത്, കൊച്ചിയിൽ വലിയ തുറമുഖമുള്ളത്. അപ്പോൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഒരു 3 പതിറ്റാണ്ടായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഈ പ്രാവശ്യം കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് വളരെ വിശാലമായിട്ട് വിശദമായിട്ട് അത് അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ഒരു മാരിടൈം പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഒരു ജീവിതത്തിനകത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യവും അംഗീകാരവുമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരള സമുദ്ര മിഷൻ എന്ന പേരിൽ അല്ലെങ്കിൽ പോലും ഓഷ്യൻ മിഷൻ,
എന്നുള്ള തല, അല്ലെ ഓഷ്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെ അവസരങ്ങളുടെ തുറമുഖങ്ങൾ എന്നൊക്കെയുള്ള പ്രോഗ്രാം നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ കേരളത്തിൽ നടത്തുന്നുണ്ട്. കേരളത്തിലും UAE-യിലും മറ്റൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഈ പ്രാവശ്യം കേരള സമുദ്ര മിഷൻ എന്ന് പറയുന്ന സമുദ്ര മിഷൻ എന്ന ബഡ്ജറ്റിലെ പ്രഖ്യാപനത്തിന് ശേഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രോഗ്രാമാണ് ഓഷ്യൻ മിഷൻ, ഓപ്പർച്യൂണിറ്റീസ് മിഷൻ, കേരള സമുദ്ര മിഷൻ എന്ന് പറയുന്നത്. ഒപ്പം അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, വ്യവസായ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട്, ടൂറിസം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. ഈ മേഖലയിലെ പരിണതപ്രജ്ഞരായിട്ടുള്ള നിരവധി ചെറുപ്പക്കാരും മുതിർന്നവരും തങ്ങളുടെ അറിവ് ഈ സ്റ്റേറ്റിന് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമുദ്ര മിഷന് ശേഷമുള്ള ഈ പിന്നെ ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള നിലയിൽ വലിയ വാതിലുകളായിരിക്കുമല്ലേ ഈ തുറമുഖ വ്യവസായവുമായി ബന്ധപ്പെട്ട് തുറക്കപ്പെടാൻ പോകുന്നത്? അതായത് 2 തരത്തിലേക്കാണ്. മാരിടൈം ഒരു ഓഷ്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ്, അതിനകത്ത് സംശയം വേണ്ട. ആ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആയാലും കൊച്ചി തുറമുഖത്തിൻ്റെ ആയാലും വല്ലാർപാടത്തിൻ്റെ ആയാലും കേരളത്തിലെ 17 നോൺ മേജർ തുറമുഖത്തിൻ്റെ ആയാലും മാരിടൈം സെക്ടറിൻ്റെ മൾട്ടിപ്പിൾ തലം, ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. ലോകരാജ്യങ്ങളിലെല്ലാം മാരിടൈം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അത് കേരളത്തിന് അവസരം നൽകുമോ എന്നുള്ള കാര്യത്തിനകത്തിൽ കേരളം എങ്ങനെയാണ് ഇത് ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, അത് സമയബന്ധിതമായിട്ട് ചെയ്യുന്നുണ്ടോ, അത് ജനങ്ങളെ ആകർഷിക്കത്തക്ക തരത്തിൽ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എങ്കിൽ അത് വിജയകരമായിരിക്കും. അല്ലാതെ നമ്മൾ തുറമുഖം ഉണ്ടാക്കിയിട്ടിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ തുറമുഖത്തെക്കുറിച്ചിട്ട് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തിയതുകൊണ്ടൊന്നും ലോകവ്യാപാരം ഇങ്ങോട്ട് വരത്തില്ല. ലോകവ്യാപാരം ഇങ്ങോട്ട് വരണമെങ്കിൽ ലോകം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ലോകത്തിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയും മറ്റ് സമൂഹവും എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കാർഗോ കൊടുക്കാൻ പറ്റണം, കണ്ടെയ്നർ കാണണം, അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്കുണ്ടായിരിക്കണം, സംസ്കാരം നമ്മളുണ്ടായി, ആ മാരിടൈം സംസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം, എഡ്യൂക്കേഷൻ കൊടുക്കണം, നിയമരംഗം കൊണ്ടുവരണം, സാമ്പത്തിക മെച്ചത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ വരണം. ഇതിനെയെല്ലാം കോർത്തിണക്കി ലോകത്തുണ്ടാകുന്ന സ്പന്ദനത്തിനനുസരിച്ച് കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കിയാൽ പോർട്ട് ഒരു വലിയ വിജയമായിരിക്കും, അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി വിജയമായിരിക്കും. അത് എൻ്റെ കൈകളിലല്ല, കാരണം ഞാൻ ഒരു വ്യക്തിയാണ്. അത് ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് ഉത്തരവാദിത്വത്തോടുകൂടി ജനങ്ങളും ഗവൺമെൻറ്റും ഒന്നിച്ച് ചേർന്ന് നിന്നാൽ തുറമുഖം ഒരു നല്ല വിജയമായിരിക്കും. എന്തായാലും കേരളത്തിൻ്റെ തുറമുഖ ചരിത്രത്തിന് ചരിത്ര പ്രാധാന്യമായ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഈ തുറമുഖ വ്യവസായത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെയാണ് മാരിടൈം മഹോത്സവത്തിൽ നടക്കുക. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.